അസൈൻമെന്റ് ഒക്കെ എഴുതുമ്പോൾ ഫസ്റ്റ് പേജിൽ വരയ്ക്കാൻ പറ്റിയ കുറച്ച് ബോർഡേഴ്സ് നോക്കിയാലോ? ജേണൽ ചെയ്യാനും നോട്ട്സ് എഴുതാനും ഒക്കെ ഇത് യൂസ് ചെയ്യാട്ടോ. ആദ്യത്തേത് ഇതുപോലെ 3 സൈഡ് സ്കെയിൽ വെച്ച് വരച്ചെടുക്കുക. ലെഫ്റ്റ് സൈഡിൽ മാത്രം കർവ്ഡ് ലൈൻ വരച്ച് അതിൽ കുറച്ച് ഇലകളും പൂക്കളും വരച്ചെടുക്കുക. ലൈൻസും ഇലകളും ബ്ലാക്ക് കളറിൽ വരച്ച് പൂക്കൾക്ക് മാത്രം റെഡ് പോലെയുള്ള ബ്രൈറ്റ് കളർ കൊടുത്താൽ നന്നായിരിക്കും. സെക്കൻഡ് വൺ, 4 സൈഡും സ്കെയിൽ വെച്ച് ലൈറ്റായി എന്ന് വരച്ചതിന് ശേഷം ലെഫ്റ്റ് ടോപ്പ് കോർണറും റൈറ്റ് ബോട്ടം കോർണറും 1 സെൻറ്റിമീറ്റർ വെച്ച് ഇറേസ് ചെയ്ത് അവിടെ ഉള്ളിലേക്ക് വളച്ച് വരച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള 2 കോർണറിലും സിമ്പിളായി എന്തെങ്കിലും ഫ്ലവേഴ്സ് വരച്ചെടുക്കാം. ഇവിടെയും ബോർഡർ ബ്ലാക്കും ഫ്ലവേഴ്സ് കളറും കൊടുത്താൽ നന്നായിരിക്കും. മൂന്നാമത്തേത് വളരെ സിമ്പിളാണ്. ലൈൻസ് മാത്രമേ ഉള്ളൂ. സ്കെയിൽ വെച്ച് ആദ്യം വലത്തേക്ക് ചെരിച്ചൊരു ബോക്സ് വരയ്ക്കുക. അത് കഴിഞ്ഞ് ഇടത്തേക്ക് ചെരിച്ചൊരു ബോക്സ് വരയ്ക്കുക. കഴിഞ്ഞു. ഫോർത്ത് വൺ, സ്കെയിൽ വെച്ച് ലൈറ്റായി ഒരു ബോക്സ് വരയ്ക്കുക. 1/2 സെൻറ്റിമീറ്റർ മാറ്റി അതിൻ്റെ ഉള്ളിൽ ഒരു ബോക്സ് കൂടി വരയ്ക്കുക. എന്നിട്ട് 2 ബോക്സും ഇറേസ് ചെയ്യുക. പിന്നെ എന്തിനാടോ വരച്ചേ? പറയാം. ഒരു പെൻ എടുക്കുക. ലൈൻസിൻ്റെ പാടിൽ കൂടി ആദ്യം കുറച്ച് വലിയ കുത്തിട്ട് പോവുക. എന്നിട്ട് അതിനിടയിലൂടെ കുറച്ച് ചെറിയ കുത്തിടുക. അതും കഴിഞ്ഞു. അഞ്ചാമത്തേത് ഇൻഫിനിറ്റിയാണ്. എന്താ അത്? കാണിച്ചു തരാം. ഇവിടെയും ബോക്സ് വരയ്ക്കുക, മായ്ക്കുക. ഇനി അതിൻ്റെ പാടിലൂടെ കണ്ടാൽ ഇൻഫിനിറ്റി ഒക്കെ പോലെ ഇരിക്കുന്ന ഇത് ഒന്ന് വരച്ചെടുക്കുക. പെർഫെക്ഷൻ ഒന്നും നോക്കണ്ടെന്നേ, വരച്ച് കഴിയുമ്പോൾ ഭംഗിയായിക്കോളും. എന്തോ ഒരു കുറവുള്ളതുപോലെ തോന്നുകയാണെങ്കിൽ ഇടയ്ക്കൂടെ ഇതുപോലെ സർക്കിൾസ് വരച്ചെടുക്കുക. സെറ്റ്. ലാസ്റ്റ് വൺ വളരെ സിമ്പിളാണ്. ബോക്സ് വരയ്ക്കുക, മായ്ക്കുക, എന്നിട്ട് അതിലൂടെ കേർഡ് ലൈൻ വരയ്ക്കുക. 4 സൈഡും പതിയെ വരച്ചാൽ മതി, കുളമാക്കരുത്. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഓൾട്ടർനേറ്റ് പോലെ ഒരു വളഞ്ഞ വര കൂടി വരയ്ക്കുക. ഇതും 2 ബ്ലാക്ക് പെൻ യൂസ് ചെയ്ത് വരച്ചിട്ട് ഒരു റെഡ് പെൻ എടുത്ത് റാൻഡമായി സർക്കിൾസ് വരച്ച് പോവുക. കഴിഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞ സിമ്പിൾ ബോർഡേഴ്സ്. ഇനിയും ഇതുപോലെ ബോർഡർ ഐഡിയാസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ആൻഡ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.